السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين. ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, മക്കള് നന്നാവുക എന്ന വിഷയത്തിൽ കടന്ന് നെട്ടോട്ടം ഓടുന്ന മാതാപിതാക്കളെ നാം ദൈനംദിനം കാണാറുണ്ട്. സമയം മകൻ നന്നാകുന്നില്ല, മകള് നന്നാകുന്നില്ല, മക്കള് നന്നാകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാ അവരുടെ സംശയം. അവരുടെ സംശയം കേട്ടാ ചോദ്യം മനസ്സിലാകും അവരെന്തൊക്കെയോ ഒരുപാട് ചെയ്തെന്ന്. മക്കള് നന്നാകാനുള്ള ഒന്നും അവർ ചെയ്യാറില്ല, ഒരു മാതാപിതാക്കളും ചെയ്യൂല. മക്കള് നന്നാകാനുള്ളത് മാത്രമേ ചെയ്യൂ. എങ്ങനെ? ശരീരം പുഷ്ടിക്കുക, നന്നാവുക, അതിനു വേണ്ടുന്ന എല്ലാ വൈറ്റമിൻസും വാങ്ങിക്കൊടുക്കുന്നതിന് യാതൊരു വിഷമവുമില്ല. ഉസ്താദിനെ വിളിക്കത്തുമില്ല. എന്റെ മോന്റെ ശരീരം നന്നാകാൻ ഉസ്താദ് ഞാൻ എന്താ വാങ്ങിക്കൊടുക്കേണ്ടത് എന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ല. അത് അവർക്കറിയാം ഏതൊക്കെ മേടിച്ചു കൊടുക്കണമെന്ന്. ഏതൊക്കെ ഫാറ്റുള്ള ജങ്ക് ഫുഡുകൾ കൊടുത്താൽ ആടിനെ പോലെയുള്ള മകൻ ആനയെ പോലെ വരുമെന്ന് അവർക്കറിയാം. പക്ഷേ ശരീരത്തിന്റെ പുറമോടി മിനുക്കുന്ന അതേ മക്കളുടെ ശരീരത്തിലെ ഉള്ളൊന്ന് മിനുക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് മാതാപിതാക്കൾ. എന്റെ മക്കള് നന്നാകുന്നില്ല, എന്റെ മക്കള് വായ തുറന്നാൽ നാവെടുത്താൽ തെറി വിളിക്കുകയാണ്. ഈ പറയുന്ന ആളോ? പറയുന്ന ഉമ്മ എന്ന് പറയുന്നത് നിങ്ങളാരാ? സാലിഹത്താ? നിങ്ങള് ചീത്ത വിളിക്കാറില്ല, തെറി വിളിക്കാറില്ല? നിങ്ങളാ ഉപ്പ ആരാള്? തെറി വിളിക്കാത്ത മനുഷ്യനാ? നിങ്ങൾ എത്ര തെറിയാണോ ആ വീട്ടിനകത്ത് വിളിച്ചത് അത് കോപ്പി ചെയ്തു എന്ന് മാത്രം, അല്ലാതെ മക്കളെ നിങ്ങൾ കുറ്റം പറയണ്ട. അല്ലെങ്കിൽ ആ മക്കളുടെ സുഹൃത്തുക്കള്, അവരുടെ കൂട്ടുകെട്ടിൽ നിന്നും പഠിക്കാം. ഏതായിരുന്നാലും മക്കള് തെറിവിളികൾ മാത്രം അല്ല, ചില മക്കൾക്ക് ഓവർ ദേഷ്യം വരിക, പെട്ടെന്ന് ദേഷ്യം വരും. ആ ദേഷ്യം മാറാത്ത ദേഷ്യമായിരിക്കും. ചില മക്കള് എത്ര കിടന്ന് ഉറങ്ങിയാൽ ഉറക്കം തീരൂല, അങ്ങനെ തൂങ്ങും. ചില മക്കള് എത്ര കൊടുത്താലും വയറ് നിറയൂല, തിന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയും മക്കളുണ്ട്. ചില മക്കള് എത്ര നിർബന്ധിച്ചാലും ഭക്ഷണം കഴിക്കൂല, അങ്ങനത്തെ മക്കളും ഉണ്ട്. ഇനി മദ്രസയിൽ പോകാൻ പറഞ്ഞാൽ പോകാൻ കൂട്ടാക്കാത്ത മക്കള്, എന്നാൽ വെള്ളിയാഴ്ച അവധിയുള്ള ദിവസം മദ്രസയിൽ പോകണമെന്ന് വാശി പിടിക്കുന്ന മക്കളും ഉണ്ട്. നാളെ അവധിയാണ് എന്നാലും എനിക്ക് മദ്രസയിൽ പോകണം, അങ്ങനെ പറയുന്ന മക്കളും ഉണ്ട്. അപ്പൊ ഇതിനെ എല്ലാത്തിനും കൂടെ മേയ്ക്കണമല്ലോ ഈ തള്ള, ഈ ഉമ്മ എന്ന് പറയുന്ന ആള്. അങ്ങനെ വരുമ്പോ മേയ്ക്കാൻ പറ്റാത്ത വിഷയം വരുമ്പോ എന്ത് ചെയ്യും? ഉസ്താദുമാരെ ബന്ധപ്പെടും, അവരെ വിളിക്കും, അവരോട് സഹായം ചോദിക്കും. എന്റെ മകൻ നന്നാകണം, എന്താ ചെയ്യേണ്ടത്? വേറൊന്നും കാര്യമായിട്ട് ചെയ്യേണ്ടതില്ല. മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള സംസാരം ഒഴിവാക്കുക. നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിലും മക്കളെ ഹൈഡ് ചെയ്തിട്ടായിരിക്കുക. അവരുടെ സമക്ഷത്തിൽ ചർച്ചകൾ പാടില്ല, അവരുടെ സമക്ഷത്തിൽ തെറി അഭിഷേകം പാടില്ല, അത് ഒഴിവാക്കുക. സംഭവിച്ചു കാണും, അത് ഒഴിവാക്കുക. ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ സംഭവിച്ചതിനെയാണല്ലോ ഒഴിവാക്കുക എന്ന് പറയുന്നത്. സംഭവിക്കാത്ത ഒന്നിനെ ഒഴിവാക്കുക എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോ അങ്ങനെ മക്കള് ആത്മീയമായും അനുസരണയുള്ള മക്കളായി വളർന്നു വരാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പൊടിക്കൈ ഞാൻ പറഞ്ഞു തരാം. ആർക്കാനും വേണ്ടി ഓർക്കാനിക്കുക എന്ന് പറയും പോലെ ഇത് തന്റെ സ്വന്തം മക്കൾക്ക് വേണ്ടിയാണെന്ന ഉത്തരവാദിത്വ ബോധത്തോടു കൂടി വേണം ഇത് ചെയ്യാൻ. എല്ലാ ദിവസവും കുഞ്ഞിന് കുടിക്കാൻ പാല് കൊടുക്കാറുണ്ട്, രാവിലെ നാസ്ത കൊടുക്കാറുണ്ട്, ഉച്ചയ്ക്ക് ഊണ് കൊടുക്കാറുണ്ട്, രാത്രിയിൽ ഭക്ഷണം കൊടുക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം ഭക്ഷണം കൊടുക്കാത്ത ഒരു ദിവസമുണ്ടോ? റമളാനാണ്, നോമ്പ് പിടിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും
നോമ്പ് തുറക്കുമ്പോ ഭക്ഷണം കൊടുക്കും. ഇത് അതുമില്ലാതെ ഒരു നേരവും ഭക്ഷണം കൊടുക്കാത്ത ഒരു ദിവസം നിങ്ങളെ കുട്ടിക്ക് നിങ്ങൾ അനുഭവത്തിലുണ്ടോ? ഇല്ല. എങ്കിൽ എന്തിനാണ് ഈ ഒരു ദിവസം നിങ്ങൾ മുടക്കാതെ ഭക്ഷണം കൊടുക്കുന്നത്? കുഞ്ഞ് മാണ്ടു പോകാതിരിക്കാനാ, കുഞ്ഞിന്റെ ആരോഗ്യം പോകാതിരിക്കാനാ, കുഞ്ഞിന്റെ പുഷ്ടി കുറയാതിരിക്കാനാ, കുഞ്ഞിന് നല്ല ആഫിയത്ത് വേണം, നല്ല തലയെടുപ്പ് വേണം. അതിനുവേണ്ടി എല്ലാ ദിവസവും കൊടുക്കുന്നത്. ഓരോ ദിവസവും ഉമ്മ ഇങ്ങനെ ഞെക്കി നോക്കും, മാംസം കേറിയോ എന്ന്. അവരാഗ്രഹം അതാണ്, മാംസം കേറി വരണം. ഈ മാംസം കേറി വന്നിട്ട് വേണമല്ലോ നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ. അപ്പോ ഒരു ദിവസം പോലും ഭക്ഷണം മുടക്കാത്ത ഉമ്മയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ദിവസവും മുടങ്ങാതെ കുട്ടിക്ക് ഇനി പറയുന്ന പൊടിക്കൈയും കൂടി ചെയ്യുക. ഒരു വെള്ള പിഞ്ഞാണം എടുക്കുക, പ്ലേറ്റ്. ഏത് പ്ലേറ്റ്? ഇന്ന് കാണുന്ന ചോറ് കഴിച്ചിട്ട് വലിച്ചെറിയുന്ന പ്ലേറ്റ് അല്ല, ഡിസ്പോസിബിൾ അല്ല. നമ്മുടെ പണ്ടത്തെ മൺ പിഞ്ഞാണമുണ്ടല്ലോ, വെള്ള കളർ, അതെടുക്കുക. അതില് എല്ലാ ദിവസവും രാത്രിയില് അറബി മഷി വാങ്ങി ഒരു ഈർക്കിലോ അല്ലെങ്കിൽ ഒരു തടിയുടെ കഷ്ണം പേന പോലെ ചെത്തി മിനുസപ്പെടുത്തിയെടുത്ത് ആ പിഞ്ഞാണിയിൽ ഉപ്പയ്ക്ക് എഴുതാൻ അറിയുമെങ്കിൽ കഴിവതും ഉപ്പ തന്നെ എഴുതുക. അല്ലെങ്കിൽ എഴുതാൻ അറിയുന്ന ഉസ്താദുമാരെ കൊണ്ട് ഒരു 10 ദിവസത്തേക്ക് അതിൽ ഒരു ദിവസം ഒരായത്തുൽ കുർസി ഖാത്തം സുലൈമാൻ. ഖാത്തം സുലൈമാൻ എന്ന് പറയുന്ന അസ്മാ തൽസമാത്തിന്റെ ഒരു ചിഹ്നമുണ്ട്. അത് ഉൾപ്പെടെ വരച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആ ആയത്തുൽ കുർസി എഴുതി അത് മയച്ച വെള്ളം ഒരു ദിവസം കുടിക്കാൻ കൊടുക്കുക. രാത്രിയിൽ കുട്ടിയുടെ എല്ലാ ഭക്ഷണങ്ങളും കഴിഞ്ഞതിന് ശേഷം, അഥവാ അവസാനം കുട്ടി ഉറങ്ങാൻ പോവാണ്, ആ സമയത്ത് ഒരു പിഞ്ഞാണി എഴുതിയ, ഒരായത്തുൽ കുർസി എഴുതിയ ആ പിഞ്ഞാണിയുടെ വെള്ളം ഈ കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തിട്ട് ഉറങ്ങാൻ പറയുക. ഇങ്ങനെ നിങ്ങൾ 41 ദിവസം ചെയ്യുക. അപ്പൊ 41 പിഞ്ഞാണി എഴുതണം. സ്വന്തമായിട്ട് എഴുതാൻ അറിയാമെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ അറിവാക്കന്മാരോട് ചോദിപ്പൂ ലോകരേ എന്ന് പറഞ്ഞതുപോലെ അറിയുന്നവരെ കൊണ്ട് എഴുതിപ്പിച്ച് 41 പിഞ്ഞാണി എഴുതി എല്ലാ ദിവസവും രാത്രിയിൽ അതിൽ നിന്നും ഒരു അര ഗ്ലാസ് വെള്ളം ഈ കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കുക. ആ കുട്ടി ഉറങ്ങിക്കോട്ടെ. ഇൻഷാ അല്ലാഹ് ഈ 41 ദിവസത്തിനകം കുട്ടിയുടെ സ്വഭാവത്തിന്റെ വ്യത്യാസം നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാം. ഖുർആനാണ് ബിഇദ്നില്ലാഹ് കുൻ ഫയകൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കൾക്കുണ്ടാകുന്ന എല്ലാ ദുശീലങ്ങളും ഇതോടുകൂടി അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.